പാമ്പുകളെ കാണുമ്പോൾ മതമിളകിയ ആനയെപ്പോലെ പെരുമാറുന്ന ഒരു ചെറു ജീവിയുണ്ട് ജന്തുലോകത്തിൽ. സംശയം വേണ്ട, അത് നമ്മുടെ കീരി തന്നെ. എന്താണെന്നറിയില്ല, പാമ്പിനെ കാണൽ ചതുർത്ഥിയാണ് നമ്മുടെ കീരിയാശാന്. പാമ്പുകളുമായി ഒരു ഏറ്റുമുട്ടലുണ്ടായാൽ ചത്താലും വിടിലട എന്ന ലൈനാണ് ഇവരുടെ പ്രധാന സ്വഭാവം. ചാകേണ്ട സാഹചര്യം പൊതുവെ ഉണ്ടാകാറില്ല, കൊല്ലാറാണ് പതിവ്. കടുവയും സിംഹവും തമ്മിൽ യുദ്ധമുണ്ടായാൽ ആരു ജയിക്കും എന്നത് എന്നും തർക്കമുള്ള ഒരു വിഷയമാണ്. അതുപോലെ തന്നെയാണ് പാമ്പുകളിലെ രാജാവും കീരിയും തമ്മിൽ യുദ്ധമുണ്ടായാൽ ആരു ജയിക്കും എന്ന ചോദ്യവും. ആരാധകർ പറയുന്നത് മറ്റുള്ള പാമ്പുകളോട് മുട്ടുന്നത് പോലെയല്ല രാജാധിരാജനോട് മുട്ടുന്നതെന്നാണ്. അതിപ്പോൾ സ്നേക് കില്ലറായ കീരിയാണെങ്കിലും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെയാണ് ആരാധകർ അഭിമാനിക്കുന്നത്. എന്നാൽ ഇതിനെ ശക്തമായി എതിർക്കുകയാണ് കീരിയുടെ ഭാഗത്തുള്ളവർ. പാമ്പ് അതിന് ഏതായാലും കീരിക്ക് മുന്നിൽ ഒന്നുമല്ലെന്ന് ഇവർ പറയുന്നു. ഇതിൽ ഒരു നിഗമനത്തിലെത്തണമെങ്കിൽ ഇരുവരുടെയും സവിശേഷതകൾ ഒന്ന് പഠിക്കേണ്ടി വരും. പാമ്പ് ലോകത്തിലെ രാജാധിരാജനാണ് കിങ് കോബ്ര. 12 മുതൽ 19 അടി വരെ നീളവും 7 കിലോയോളം ഭാരവും ഉണ്ടാകും പൂർണ്ണ വളർച്ചയെത്തിയ ഒരു രാജവെമ്പാലയ്ക്ക്. ഒറ്റക്കടിയിൽ 11 മനുഷ്യരെ കൊല്ലാൻ ശേഷിയുള്ള വിഷമാണ് കുത്തിവെക്കുന്നത്. അതായത് 1000 മില്ലിഗ്രാം വിഷം വരെ ഒറ്റക്കടിയിൽ ചെലുത്താൻ കഴിയുമെന്നാണ് കണ്ടെത്തൽ. ശരീരത്തിന്റെ നല്ലൊരു ഭാഗം ഉയർത്തി ആക്രമണത്തിന് തയ്യാറെടുക്കുന്ന കിങ് കോബ്രയ്ക്ക് എതിരാളിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ കടിയേൽപ്പിക്കാൻ കഴിയും. താരതമ്യേന മറ്റ് പാമ്പുകളേക്കാൾ വേഗത്തിൽ ആക്രമിക്കാൻ കഴിയുന്ന ഒരു പോരാളിയുമാണ്. മണം മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള കഴിവും ഇവയ്ക്കുണ്ട്. അതായത് മറ്റു പാമ്പുകളെ നിസ്സാരമായി തീർക്കുന്ന കീരിയെ വിറപ്പിക്കാനുള്ള ആയുധങ്ങളൊക്കെ കിങ് കോബ്രയുടെ കയ്യിലുണ്ടെന്ന് സാരം. അതേസമയം കീരിയുടെ സവിശേഷതകൾ പരിശോധിച്ചാൽ വലിപ്പത്തിൽ ആൾ കിങ് കോബ്രയേക്കാൾ കുഞ്ഞനാണ്. കൂടിപ്പോയാൽ 2.5 അടി നീളം, അങ്ങേയറ്റം പോയാൽ 5 മുതൽ 6 കിലോ വരെ ഭാരമുണ്ടാകും. രാജവെമ്പാലയ്ക്കുള്ളതുപോലെ വിഷമൊന്നും കീരിക്കില്ല. പക്ഷേ ചെറുപ്പം മുതൽ തന്നെ പാമ്പുകളോട് യുദ്ധം ചെയ്യാനുള്ള പരിശീലനം നേടിയിട്ടുണ്ട് കീരി. അതുകൊണ്ട് തന്നെ ചാടിയൊഴിഞ്ഞ് ഓതിരം കടകം മറിഞ്ഞ് ആക്രമിക്കും. അത്രയും ശാരീരിക ക്ഷമതയോ അഭ്യാസ മികവോ രാജവെമ്പാലയ്ക്കില്ല. അതുപോലെ തന്നെയാണ് ശത്രുവിനെ കണ്ടെത്താനുള്ള കഴിവ്. മണം പിടിക്കാനും ചലനങ്ങൾ മനസ്സിലാക്കാനും കീരിക്ക് വളരെ അനായാസം സാധിക്കും. കീരിയുടെ അതിശക്തമായ ഉളിപ്പല്ലുകളാണ് പ്രധാന ആയുധം. അസ്ഥികൾ പോലും മുറിക്കാൻ കഴിയുന്ന ശക്തിയാണതിന്. കടി കിട്ടിയാൽ പിന്നെ പാമ്പ് കഴിഞ്ഞു. പിന്നെ കടിക്കാൻ പോയിട്ട് വിഷം തുപ്പാൻ പോലും പാമ്പുകൾക്ക് പറ്റില്ല. അതാണ് കീരിയുടെ കടിയുടെ ശക്തി. അവിടെ രാജനോ രാജാധിരാജനോ വലിയ കാര്യമല്ല. അതേസമയം പാമ്പുകളുടെ കടി കിട്ടിയാലും അത്യാവശ്യം പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട് കീരിയുടെ ശരീരത്തിന്. വെട്ടിയൊഴിഞ്ഞു മാറാൻ കഴിവുള്ളതുകൊണ്ട് തന്നെ അത്ര എളുപ്പം കടിയേൽക്കുകയുമില്ല. ചുരുക്കം പറഞ്ഞാൽ ശാരീരികമായ പ്രത്യേകതകളും വേഗതയും പല്ലിന്റെ ശക്തിയുമെല്ലാം പരിഗണിച്ചാൽ കൂട്ടത്തിൽ കുഞ്ഞനായ കീരിയാണ് യുദ്ധം ജയിക്കുക. രാജവെമ്പാല മുട്ടി നിൽക്കില്ല എന്നാണ് പഠനങ്ങളും നിഗമനങ്ങളും തെളിയിക്കുന്നത്. രാജവെമ്പാലയെ കൊല്ലാൻ കീരിക്ക് കഴിയില്ല എന്നൊക്കെ രാജന്റെ ആരാധകർ പറയുന്നത് വെറും വെറുതെയാണെന്ന് സമ്മതിക്കേണ്ടി വരും. അതായത് ഇവിടെ കീരനാണ് താരം, രാജൻ അവന്റെ മുന്നിൽ വെറും കുട്ടിയാണ്.